ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഹലോ ഗായ്സ്, ഇപ്പോൾ കാന്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളൊന്ന് കറങ്ങി പോകാമെന്ന് വെച്ചു. അതായത് എൻ്റെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി സ്ഥലത്തുനിന്ന് ഒരു 13 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് വെറ്റിലപ്പാറ അതിരപ്പള്ളി റൂട്ട് കറങ്ങിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിരപ്പള്ളി റൂട്ടിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് ഒരു ആനക്കൂട്ടം എന്ന് തന്നെ പറയാം. ഒരു 7ഓളം ആനകൾ നമ്മളിവിടെ റോഡ് സൈഡിലായിട്ട് കണ്ടു. പക്ഷെ അത് കുറച്ച് ആളുകളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കുറച്ച് കയറി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ബാക്കിൽ കാറ്, പിന്നെ അതവിടെ ഈ കുറച്ച് ചേട്ടന്മാരവിടെ നിൽക്കുന്നുണ്ട്. അവർ ആനേനെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മൊബൈലിൽ കൂടെ കറക്റ്റ് കിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിട്ടുമോന്നറിയില്ല. അല്ലല്ലോ നാലല്ലോ, നാളെന്നല്ല, ഞാൻ വന്നപ്പോ അതിന് കൂടുതലുണ്ടായി. ഇതൊരു ഫാമിലിയാ. ഇത് ഫാമിലി ഒന്നുമില്ല, ഇതിപ്പോ ഓടിച്ചേരാം. ഗൈസ്, അപ്പോൾ അതിരപ്പള്ളി റൂട്ടില് ഞാനിപ്പോ ആനേനെ കാണാൻ നിൽക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് 2-3 ചേട്ടന്മാര് അവർ കുന്നംകുളത്തുനിന്ന് വന്നതാണ്, ആനേനെ കാണാൻ നിൽക്കുന്നതാണ്. ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ആനകൾ, ഒരു 3-4 ആനകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരിവിടെയായിരുന്നു, ഈ ഭാഗത്തായിട്ടായിരുന്നു. അവരിപ്പോൾ ശബ്ദമൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ അവർ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഗൈസ്, അപ്പൊ ഈ ഭാഗത്ത് കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരത്തുമ്പോൾ ഈ നിറച്ച് കുരങ്ങന്മാർ അങ്ങോട്ട് കുറെ ചാടി പോകുന്നുണ്ട്. ബിബിൻ കൊമ്പുള്ളൊക്കെ പോയിട്ടാ. നല്ല മുഴുക്കാനുകളൊന്നും കണ്ടില്ല. എന്തൊക്കെ യൂത്തന്മാരാ ആ വരുന്നത്. ഇത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ, അതായത് ഞാനിപ്പോ അതിരപ്പള്ളി റൂട്ടിലാണ്. അതിരപ്പള്ളി റൂട്ടിൽ വന്നപ്പോ രാവിലെ ഇവിടെ ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആനകളെ കാണാനായിട്ട് വേറെ കുറച്ച് ആൾക്കാരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഈ നമ്മുടെ വന്യജീവികൾ, അതായത് ഇപ്പോൾ ഇവിടെ ഈ വഴിക്ക് വരുന്നവർ ആനകളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആനകളെ കണ്ട് അവരെ ശല്യപ്പെടുത്താതെ പോകാൻ നോക്കാം പരമാവധി. ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഒച്ചയെടുത്ത് സൗണ്ട് എടുത്ത് ആനകൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ കുറച്ച് കയറിയാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത് ഇനി വരുന്നവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കോടയും തണുവും കിട്ടാൻ വേണ്ടി മൂന്നാർ പോകുന്നവർക്ക് പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വഴി പ്ലാന്റേഷൻ റൂട്ടിൽ പോയാൽ
നല്ല അടിപൊളി കോടയും നല്ല തണവും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം മറക്കണ്ട, രാവിലെ തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിക്കോട്ടാ. അപ്പോൾ രാവിലെ തന്നെ ബൈക്ക് എടുത്തിറങ്ങുന്നവരുടെ പ്രത്യേക സ്ഥിതിക്ക് രാവിലെ തന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങാൻ തോന്നിയാൽ മറക്കണ്ട, നേരെ അതിരപ്പള്ളി വെറ്റിലപ്പാറ റൂട്ടിൽ വിട്ടോ. പ്രത്യേകിച്ച് മഴയുള്ള രാത്രി നേരം വെളുത്തിട്ട് മഴയില്ലെങ്കിൽ നേരെ വിട്ടോളൂ. നിങ്ങൾക്ക് ആനേനെയും മയിലിനെയും മ്ലാവിനെയും മാനിനെയും നിങ്ങൾക്കൊക്കെ ആ റൂട്ടിൽ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല, നല്ല മഴ പെയ്ത് കിടക്കുന്നതായതുകൊണ്ട് നല്ല വെള്ളവും നല്ല എന്താ പറയുക, വെറ്റിലപ്പാറ ആ പാലത്തിന് താഴെ നല്ല വെള്ളം ഒഴുകുന്ന കളകളാ ശബ്ദവും നല്ല മനോഹരമാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം നേരെ വിട്ടോളൂ. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.